കൃഷ്ണ. നമുക്കിനി 10ാമത്തെ ശ്ലോകം നോക്കാം. നിസ്സംഭ്രമസ്ത്വയമയാജിതശാപമോക്ഷോ വൃത്രാസുരത്വമുപഗമ്യ സുരേന്ദ്രയോധേ ഭക്ത്യാത്മതത്വകഥനൈ സമരേ വിചിത്രം ശത്രോരഭിഭ്രമമപാസ്യ ഗതഃ പദം തേ. നമ്മൾ പാർവതീദേവിയുടെ ശാപം കിട്ടിയ ചിത്രകേതുവിൻ്റെ കഥയാണ് പറഞ്ഞത്. ആ ചിത്രകേതു പിന്നീട് വൃത്രാസുരൻ എന്ന് പറയുന്ന ഒരു അസുരനായിട്ട് ജനിക്കുകയുണ്ടായി. അങ്ങനെ ആ അസുരനായി ജനിച്ച സമയത്ത് ഒരിക്കൽ ദേവേന്ദ്രനുമായി ഒരു യുദ്ധം ചെയ്യുവാൻ ഇടവരുന്നു. ആ സമയത്തെ കഥയാണ് ഇനി ഇവിടെ പറയുന്നത്. ഇതൊക്കെ നമുക്കറിയാം. ഭാഗവതത്തിലെ കഥകളെ വളരെ ചുരുക്കി ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട്. അതുകൊണ്ട് തന്നെ കൂടുതൽ അത് വിസ്തരിച്ചിട്ടില്ല. ഇനിയും അവസാനം ആ വൃത്രാസുരൻ്റെ അവസാനത്തെ ആ ഒരു സമയത്തെ കാര്യമാണ് പറയുന്നത്. നിസ്സംഭ്രമസ്ത്വയമയാചിത ശാപമോക്ഷോ. നിസ്സംഭ്രമഃ തു അയം അയാചിത ശാപമോക്ഷഃ. ഇങ്ങനെ 4 വാക്കുകൾ ചേരുന്നതാണ് നിസ്സംഭ്രമസ്ത്വയമയാചിത ശാപമോക്ഷോ. നിസ്സംഭ്രമ എന്ന് പറഞ്ഞാൽ ഒട്ടും പരിഭ്രമമില്ലാതെ. തു എന്ന് പറഞ്ഞാൽ ആകട്ടെ എന്നുള്ളത്. അയം എന്ന് പറഞ്ഞാൽ ഈ, അതായത് ഈ ചിത്രകേതു. ഇപ്പോൾ ചിത്രകേതു പാർവതീദേവിയുടെ ആ ശാപമൊക്കെ കിട്ടിയെങ്കിലും ഒട്ടും പരിഭ്രമം ഒന്നും തോന്നിയില്ല. കാരണം അതായത് നമ്മൾ മുൻപേ കണ്ടിരുന്നു അല്ലേ, ആ ചിത്രകേതു എന്താണോ ആ പരമമായ തത്വം, ആ ഒരു സത്യം, ആ തത്വത്തെ നന്നായിട്ട് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു. എങ്കിലും ഇടയ്ക്ക് ഒന്ന് മനസ്സ് ലൗകിക ഭാവത്തിലേക്ക് വന്നപ്പോൾ തോന്നിയ ഒരു അവിവേകം, അതുകൊണ്ടൊരു ശാപം കിട്ടിയതാണ്. എന്നിരുന്നാലും അതുകൊണ്ട് ഒരിക്കൽ ആ ഒരു സത്യത്തെ മനസ്സിലാക്കി കഴിഞ്ഞതുകൊണ്ട് തന്നെ ഈ ജീവാത്മാവാണ് താനെന്നും ദേഹവുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും പുത്രൻ്റെ മരണം തന്നെ പഠിപ്പിച്ചതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ശാപം കിട്ടിയതും അതും ഈശ്വരേച്ഛയാണ്. അത് ഭഗവാന്റെ നിശ്ചയമാണ്. അതിൽ നിന്ന് തനിക്ക് യാതൊരു മാറ്റവും വരുത്താനാകില്ല. തന്നെ കൊണ്ടിങ്ങനെ ചിന്തിപ്പിച്ചതും ഭഗവാനാണ്, ഈ ശാപത്തിനിരയാക്കിയതും ഭഗവാനാണ്. അതുകൊണ്ട് തന്നെ ഈ സത്യം അറിയാവുന്നതുകൊണ്ട് തന്നെ ചിത്രകേതുവിന് യാതൊരു പരിഭ്രമവും ഉണ്ടായില്ല. അങ്ങനെ നിസ്സംഭ്രമസ്തു അയം അയാചിത ശാപമോക്ഷഃ. ഈ സത്യം അറിയാവുന്ന ഭഗവാന്റെ നിശ്ചയങ്ങളാണ് നടക്കുന്നത്, നടക്കട്ടെ അവിടുത്തെ സങ്കല്പം പോലെ എന്ന് നല്ല പോലെ ഒരു ഉറപ്പ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അയാചിത ശാപമോക്ഷഃ. ശാപമോക്ഷം പോലും ഈ ചിത്രകേതു പരമശിവനോടോ പാർവതീദേവിയോടോ ചോദിച്ചില്ല. അയാചിത ചോദിച്ചില്ല. വൃത്രാസുരത്വം ഉപഗമ്യ സുരേന്ദ്രയോധി. വൃത്രാസുരത്വം ഉപഗമ്യ. ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് വൃത്രാസുരത്വം ഉപഗമ്യ. വൃത്രാസുരൻ എന്ന ഒരു അസുരനായി ഉപഗമ്യ വന്നു. അങ്ങനെ ആയി തീർന്നതിന് ശേഷം സുരേന്ദ്രയോധി. സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രനുമായിട്ട്, ഇന്ദ്രന്മാരുടെ രാജാവുമായിട്ട്, ദേവേന്ദ്രനുമായിട്ട് യോധി, യുദ്ധത്തിനിടയിൽ ഭക്ത്യാത്മതത്വ കഥനൈ സമരേ വിചിത്രം. ഭക്ത്യ ആത്മതത്വകഥനൈ. ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ഭക്ത്യാത്മതത്വകഥനൈ. ഇവിടെ ഭക്ത്യാത്മതത്വകഥനൈ സമരേ എന്ന് ചില ഗ്രന്ഥങ്ങളിൽ അത് ചേർത്തായിരിക്കും കൊടുത്തിരിക്കുന്നത്. ചില ഗ്രന്ഥങ്ങളിൽ ഭക്ത്യാത്മതത്വകഥനൈ അവിടെ ഒരു വിസർഗം കൊടുത്തിട്ട് സമരേ എന്ന് വേറെ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. ഇത് ചേർത്താ വരുന്നതെങ്കിൽ സ കൂട്ടക്ഷരമായിട്ട് മാറും. വിസർഗമില്ലാതെ സ കൂട്ടക്ഷരമായിട്ട് മാറും. ഇനി നമുക്കതിൻ്റെ അർത്ഥം നോക്കാം. ഭക്ത്യ ആത്മതത്വകഥനൈ. ഭക്ത്യ എന്ന് പറഞ്ഞാൽ
ഭക്തിയോടുകൂടി ആത്മതത്വകഥനൈ, ഈ ആത്മതത്വോപദേശത്താൽ സമരേ വിചിത്രം, സമരേ എന്ന് പറഞ്ഞാൽ ഈ യുദ്ധത്തിൽ, വിചിത്രം എന്ന് പറഞ്ഞാൽ ഇത് അത്യാശ്ചര്യകരം തന്നെയാണ്. കാരണം ശത്രോരപി ഭ്രമമപാസ്യഗത പദം തേ, ശത്രോരപി, ശത്രോ അപി, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ശത്രോരപി. ശത്രോ അപി എന്ന് പറഞ്ഞാൽ ശത്രുവിനു പോലും ഭ്രമമപാസ്യ ഗതപദം തേ, ഭ്രമമപാസ്യ, ഭ്രമം അപാസ്യ എന്ന് പറഞ്ഞാൽ, അപാസ്യ എന്ന് പറഞ്ഞാൽ നീക്കുക, ഭ്രമമപാസ്യ എന്ന് പറഞ്ഞാൽ ആ ശത്രുവായിട്ടുള്ള ഇന്ദ്രൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു അജ്ഞാനത്തെ പോലും, അറിവില്ലായ്മയെപ്പോലും നീക്കിക്കൊണ്ട് അത്യന്തം ഭക്തിയോടുകൂടി ഈ ആത്മതത്വ ഉപദേശം നൽകിയ വൃത്രാസുരൻ ഗതപദം തേ, ഗത എന്ന് പറഞ്ഞാൽ പ്രാപിച്ചു, പോയി, തേ പദം, ഭഗവാനെ അങ്ങയുടെ പദത്തെ, നിന്തിരുവടിയുടെ ലോകത്തെ തന്നെ പ്രാപിച്ചു ഭഗവാനെ. കാരണം നല്ല പോലെ ഉള്ളിൽ ആ തത്വം അങ്ങനെ ഉറച്ചിരിക്കുന്നു. നോക്കൂ, ദേവേന്ദ്രൻ, അസുരന്മാരെന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അവരെ ഒരു സ്വഭാവമുള്ളവരായിട്ട് അല്ലെങ്കിൽ ദുഷ്ടഭാവമുള്ളവരായിട്ട്, അജ്ഞാനികളായിട്ട്, അവരുടെ സ്വഭാവം എപ്പോഴും ഒരു കാർക്കശ്യം കൂടുതലായിരിക്കും, ഷഠന്മാരായിരിക്കും അവർ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇവിടെ ആ ചിത്രകേതു വൃത്രാസുരനായി വന്നപ്പോൾ തൻ്റെ ആ ഒരു പൂർവ്വ സംസ്കാരം അപ്പോഴും കൈവിട്ടിരുന്നില്ല എന്ന് വേണം കരുതാൻ. അതും നോക്കൂ, യുദ്ധത്തിൻ്റെ ആ മൂർധന്യാവസ്ഥയിൽ, അതും നോക്കിയാൽ നമുക്ക് കാണാം, ഇന്ദ്രനാൽ വധിക്കപ്പെടും താനെന്ന് അറിയാവുന്ന ഒരു ഘട്ടത്തിൽ, ഇന്ദ്രൻ ശത്രുവായി മുന്നിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ആ ഇന്ദ്രനോട് പോലും, അവിടെയും നമുക്ക് അതായത് ഈ വൃത്രാസുരന് യാതൊരു കുലുക്കവുമില്ലാതെ, മരണത്തെ ഒട്ടും ഭയപ്പെടാതെ ഇരുന്ന സമയത്ത് ദേവേന്ദ്രന് പോലും അതിശയം തോന്നി. അപ്പോഴാണ് ദേവേന്ദ്രൻ എങ്ങനെയാണ് ഇങ്ങനെ ഇരിക്കാൻ കഴിയുന്നത്, ഞാൻ നിന്നെ വധിക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ വൃത്രാസുരൻ പറയുന്ന, അല്ലെങ്കിൽ ദേവേന്ദ്രന് കൊടുക്കുന്ന ഈ ആത്മതത്വോപദേശം അത് കേട്ട് ദേവേന്ദ്രൻ പോലും ആശ്ചര്യപ്പെട്ടു പോയി. കാരണം ഒരു അസുരനായി പിറന്നിട്ടും ഇത്രയും ഈ തത്വജ്ഞാനം എങ്ങനെയാണ് ഉണ്ടായത്? അങ്ങനെ ഒരു അസുരനിൽ നിന്നും ഞാൻ കേൾക്കേണ്ടി വന്ന ഈ ആത്മതത്വം എൻ്റെ ഉള്ളിലെ തന്നെ അജ്ഞാനത്തെയാണല്ലോ നീക്കിയിരിക്കുന്നത്. എനിക്ക് ഇത്ര പോലും ആ ഒരു തത്വം പൂർണ്ണമായും ഗ്രഹിക്കാൻ കഴിഞ്ഞിരുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച ദേവേന്ദ്രൻ പോലും അത്യാശ്ചര്യപ്പെട്ടു. ഒരു അസുരൻ്റെ വായിൽ നിന്നും, അസുരൻ്റെ മുഖത്ത് നിന്നും ഇത്രയും വലിയ ഒരു ആത്മതത്വ ഉപദേശം വന്നപ്പോൾ ദേവേന്ദ്രന് പോലും ലജ്ജിക്കേണ്ടി വന്നു എന്ന് വേണം പറയാൻ, അത്രമാത്രം. പക്ഷേ അവിടെയും വൃത്രാസുരൻ ഈ ഉപദേശങ്ങളൊക്കെ ദേവേന്ദ്രന് നൽകിയതിന് ശേഷം മരണത്തിന് മുൻപിലും അഭയനായി ഒട്ടും ഭയമില്ലാതെ നിന്ന വൃത്രാസുരൻ ദേവേന്ദ്രനാൽ വധിക്കപ്പെട്ടുവെങ്കിലും ആ വധത്തെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയായിരുന്നു. കാരണം എന്താ, ഈ അസുരഭാവത്തെ ഒന്ന് വെടിയാൻ വൃത്രാസുരൻ അങ്ങനെ വെമ്പൽ കൊള്ളുകയാണ്. തനിക്ക് വീണ്ടും ആ ഒരു പൂർണ്ണമായും സാത്വിക ഭാവത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടതുണ്ട്. അതിന് ഈ ദേവേന്ദ്രൻ നിമിത്തമായിട്ട് തനിക്ക് ഈ ഒരു അസുര ശരീരത്തിൽ നിന്നും ഒരു മോചനം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു കൊണ്ടിരുന്ന ദേവേന്ദ്രന് ഈ തത്വത്തെയൊക്കെ ഉപദേശിച്ച് നൽകിയിട്ട ദേവേന്ദ്രനാൽ വധിക്കപ്പെട്ട്, അല്ലയോ ഭഗവാനെ, ആ വൃത്രാസുരൻ അർഹിക്കുന്ന അങ്ങയുടെ ആ ഒരു പദത്തിലേക്ക് തന്നെ എത്തിച്ചേരുകയും ചെയ്തു, മോക്ഷത്തിലേക്ക് എത്തുകയും ചെയ്തുവല്ലോ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. നിസ്സംഭ്രമസ്ത്വയമയാചിത ശാപമോക്ഷോ വൃത്രാസുരത്വമുപഗമ്യ സുരേന്ദ്രയോധി ഭക്ത്യാത്മതത്വകഥനൈ സമരേ വിചിത്രം ശത്രോരപി ഭ്രമമപാസ്യ ഗതഃ പദം തേ. ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യത്തെ ഒരു വരി നിസ്സംഭ്രമസ്ത്വയമയാചിത ശാപമോക്ഷോ, അതത്രയും കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. അവിടെ നിസ്സംഭ്രമസ്ത്വയം
സ്ത്വ എന്ന അക്ഷരത്തിന് അകാരം കൊടുക്കുക. തു അയമാണ്. അതുപോലെ സ്ത്വയം അയാചിത, അയം അയാചിത ആണ്. മായ്ക്ക് അകാരം കൊടുക്കുക. പിന്നെ അടുത്തത് വൃത്രാസുരത്വമുപഗമ്യ, മായ്ക്ക് ഉകാരം കൊടുത്ത് വായിക്കുക. ഭക്ത്യാത്മതത്വകഥനൈ സമരേ, അവിടെയും നമ്മൾ പറഞ്ഞിരുന്നു പാഠഭേദമനുസരിച്ച് കഥനൈ കഴിഞ്ഞ് വിസർഗം കൊടുത്തിട്ട് സമരേ വേറെയാണെങ്കിൽ അങ്ങനെ വായിക്കുക. അതല്ല ചേർത്താണെങ്കിൽ വിസർഗമില്ലാതെ സാ കൂട്ടക്ഷരം കൊടുത്ത് എഴുതിയിരിക്കുന്നെങ്കിൽ അങ്ങനെ വായിക്കുക. പിന്നെ ഭക്ത്യാത്മതത്വകഥനൈ, ആത്മതത്വകഥനയാണ്, അത് ശ്രദ്ധിച്ച് വായിക്കുക. പിന്നെ അടുത്തത് ഭ്രമമപാസ്യ, ഭ്രമം അപാസ്യാണ്, മായ്ക്ക് അകാരം കൊടുക്കുക. പിന്നെ ഗത, അവിടെ വിസർഗമുണ്ട്, അതും ശ്രദ്ധിക്കുക. ഇനി നമുക്ക് 11ാമത്തെ ശ്ലോകം നോക്കാം. ത്വൽസേവനേന ദിതിരിന്ദ്രവധോദ്യതാപി താൻ പ്രത്യുതേന്ദ്ര സുഹൃതോ മരുതോഭിലേഭേ ദുഷ്ടാശയേപി ശുഭദൈവ ഭവന്നിഷേവാ തത്താദൃശസ്തമവമാം പവനാലയേശ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ത്വൽസേവനേന, ഭഗവാനെ അങ്ങേ സേവിച്ച്, ദിതിരിന്ദ്രവധോദ്യതാപി, ദിതിഹി എന്ന് പറഞ്ഞാൽ ദിതിദേവി അങ്ങയെ സേവിച്ച്, ഇന്ദ്രവധോദ്യതാപി, ഇന്ദ്രവധോദ്യത അപി, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നുണ്ട് അവിടെ. ദിതിരിന്ദ്രവധോദ്യതാപി, ദിതിഹി ഇന്ദ്രവധോദ്യത അപി, ഇങ്ങനെ 3 വാക്കുകൾ വരുന്നുണ്ട് അവിടെ. ഇന്ദ്രവധോദ്യത, ഇന്ദ്രനെ വധിക്കുന്നതിന് ശ്രമിച്ചുവെങ്കിലും, അപി എന്നാൽ എങ്കിലും, താൻ പ്രത്യുതേന്ദ്ര സുഹൃതോ മരുതോഭിലേഭേ, താൻ പ്രത്യുതേന്ദ്ര സുഹൃത. താൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആ ദേവേന്ദ്രന് പ്രത്യുതേന്ദ്ര സുഹൃത, പ്രത്യുത ഇന്ദ്രസുഹൃത, ഇങ്ങനെ 2 വാക്കുകൾ അവിടെ വരുന്നുണ്ട്. പ്രത്യുതേന്ദ്ര സുഹൃത. പ്രത്യുത എന്ന് പറഞ്ഞാൽ കൊല്ലാൻ ശ്രമിച്ചെങ്കിലും, ഇന്ദ്രനെ വധിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും ആ ദിതിദേവി ഭഗവാനെ അങ്ങയെ സേവിച്ച് ഇന്ദ്രനെ വധിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുവെങ്കിലും അതിന് നേരെ പ്രത്യുത വിപരീതമായിട്ട് ഇന്ദ്രസുഹൃത, ദേവേന്ദ്രൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള മരുതോഭിലേഭേ, മരുതഃ അഭിലേഭേ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് മരുതോഭിലേഭേ. മരുതഃ എന്ന് പറഞ്ഞാൽ മരുത്തുക്കളെയാണ്, അഭിലേഭേ പുത്രന്മാരായിട്ട് ലഭിച്ചത്. അപ്പോൾ ഇന്ദ്രനെ വധിക്കുവാൻ വേണ്ടിയിട്ട് ഒരു പുത്രൻ ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയെ സേവ ചെയ്ത ദിതിദേവിക്ക് പക്ഷേ ആ ഇന്ദ്രൻ്റെ സുഹൃത്തുക്കളായി മാറുന്ന മരുത്തുക്കളെയാണ് ഒടുവിൽ പുത്രന്മാരായി ലഭിച്ചത്. ദുഷ്ടാശയേപി ശുഭദൈവ ഭവന്നിഷേവ. ദുഷ്ടാശയെ അപിയാണ്, ദുഷ്ടാശയേപി, ദുഷ്ടാശയെ എന്ന് പറഞ്ഞാൽ ദുഷ്ടതകൾ ഉള്ളിൽ സൂക്ഷിക്കുന്നവരായിട്ടുള്ളവർ, അങ്ങനെയുള്ളവർക്ക് അപി എന്ന് പറഞ്ഞാൽ പോലും ശുഭദൈവ, ശുഭദ ഏവ ആണ് ശുഭദൈവ. ശുഭദ എന്ന് പറഞ്ഞാൽ ശുഭമായിട്ടുള്ളത് മാത്രമേ, ഏവ എന്ന് പറഞ്ഞാൽ മാത്രമേ, അവർക്ക് നല്ലത് മാത്രമേ, ഭവന്നിഷേവ ഭഗവാനെ അവിടുത്തെ സേവിക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ളവർക്ക് പോലും, മനസ്സ് നിറയെ ദുഷ്ടതയാണെങ്കിൽ പോലും, ദുഷ്ടമനസ്കരാണെങ്കിൽ പോലും ഭഗവാനെ അവിടുത്തെ സേവിക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ളവർക്ക് പോലും നല്ലതേ വരൂ. ശുഭദൈവ ഭവന്നിഷേവ തത്താദൃശസ്ത്വമവമാം പവനാലയേശ. തത്താദൃശ അപ്രകാരമുള്ള, തത് താദൃശാണ്, തത്താദൃശ ഇപ്രകാരമുള്ള എൻ്റെ ഭഗവാനെ, തം അവ, ക്ഷമിക്കണം,
ത്വം അവ, ത്വം എന്ന് പറഞ്ഞാൽ അല്ലയോ ഭഗവാനെ, അല്ലയോ ഗുരുവായൂരപ്പ, അവിടുന്ന് മാം പവനാലയേശ, മാം എന്നെ രക്ഷിക്കണമേ ഭഗവാനെ, പവനാലയേശ അല്ലയോ ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണമേ. ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഇത് എഴുതിയത് നമുക്കും കൂടി വേണ്ടിയിട്ടാണ്. എന്താ, ഭഗവാനെ സേവ ചെയ്താൽ നോക്കൂ എന്ത് കാരുണ്യവാനാണ് ഭഗവാൻ. ഉള്ളിൽ നിറയെ ദുഷ്ടതയാണെങ്കിൽ പോലും ഭഗവാനെ സേവ ചെയ്യുന്നവർക്കും ഭഗവാൻ നല്ലത് മാത്രമേ വരുത്തുകയുള്ളൂ. അങ്ങനെയുള്ള അല്ലയോ ഭഗവാനെ, ഇവിടെ ദിതിദേവിയുടെ ലക്ഷ്യം എന്തായിരുന്നു? ദേവേന്ദ്രനെ വധിക്കുന്ന ഒരു പുത്രൻ ഉണ്ടാകണമെന്നായിരുന്നു. പക്ഷെ ഇവിടെ അപ്പോഴും ഭഗവാനെ മനസ്സിൽ ഉദ്ദേശ്യശുദ്ധി ഇല്ലാതിരുന്നിട്ടും അല്ലയോ ഭഗവാനെ, ആ ദേവേന്ദ്രന് സുഹൃത്തുക്കളായി മാറുന്ന മരുത്തുക്കളെ സമ്മാനിച്ചുകൊണ്ട്, അതായത് ലോകോപകാരപ്രദങ്ങളായിട്ടുള്ള സന്തതികളെ നൽകിക്കൊണ്ട് ഭഗവാനെ അവിടുന്ന് ആ ദിതിദേവിയെ അനുഗ്രഹിച്ചതുപോലെ മനസ്സിൽ എത്ര ദുഷ്ടതയോടുകൂടി ഭഗവാനെ സേവിച്ചാലും തന്നെ സേവിക്കുന്നവരെയൊക്കെ കരുണാമയനായ ഭഗവാൻ നല്ലത് മാത്രം കൊടുത്ത് അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങനെയുള്ള ഭഗവാനെ അവിടുന്ന് എന്നെയും രക്ഷിക്കണമേ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ത്വൽസേവനേന ദിതിരിന്ദ്രവധോദ്യതാപീം താൻ പ്രത്യുതേന്ദ്ര സുഹൃദോ മരുതോഭിലേഭേ ദുഷ്ടാശയേപി ശുഭദൈവ ഭവന്നിഷേവ തത്താദൃശസ്ത്വമവമാം പവനാലയേശ. ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ദിതിരിന്ദ്രവധോദ്യതാപി, ദിതിഹി ഇന്ദ്ര, അവിടെ രായ്ക്ക് ഈ ശ്രദ്ധിക്കുക. അതുപോലെ മരുതോഭിലേഭേ, ഓകാരം നീട്ടിയെടുക്കുക, ഇടയ്ക്കൊരു വിശ്ലേഷണമുണ്ട്. അതുപോലെ ദുഷ്ടാശയേപി, അവിടെയും ഏകാരം നീട്ടിയെടുക്കുക. പിന്നെ തത്താദൃശസ്ത്വമവ, ത്വം അവ ആണ്, അതുകൊണ്ട് സ്ത്വ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനിയും സമ്പൂർണ്ണം പാരായണം ചെയ്ത് ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ സമർപ്പിക്കാനുള്ള സമയമാണ്. അതടുത്ത സത്സംഗത്തിൽ ചെയ്യാം. ഭഗവാൻ നടത്തിത്തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരേ കൃഷ്ണ.